Hello friends, welcome to all. Polytechnic lecture electronics എന്ന പോസ്റ്റിലേക്ക് ഉള്ള കോച്ചിങ്ങിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, അത് റെക്കോർഡഡ് ആയിട്ട് എല്ലാവരും കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ്, അതായത് പവർ കാൽക്കുലേഷനും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് സെഷനിലേക്ക് പോവുകയാണ്. അനലോഗ് കമ്മ്യൂണിക്കേഷന്റെ അടുത്ത തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ രണ്ട് പാർട്ടുകളായിട്ട് കണ്ടിരുന്നു. നീഡ് ഓഫ് മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളും, ഫ്രീക്വൻസി സ്പെക്ട്രംസ്, മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഇക്വേഷൻസ്, പിന്നെ പവർ കാൽക്കുലേഷന് വേണ്ട ഇക്വേഷൻസ്, പിന്നെ നമ്പർ ഓഫ് മോഡുലേഷൻ ഇൻഡിസസ് വാല്യൂസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓവറോൾ മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂസ് കാൽക്കുലേഷൻ നടത്തുന്നത് എന്നുള്ള കേസ് ഒക്കെ പറഞ്ഞിരുന്നു. 27th ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പം അപ് ടു 30 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തു വരുന്നല്ലേ? ഓക്കെ, ഐഷ, ശ്രീലക്ഷ്മി. ഓക്കെ, നോക്കാം. The number of, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The number of AM broadcast station that can be accommodated in a 100 kilohertz bandwidth of for the highest modulating frequency of 5 kilohertz is. അപ്പൊ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കിലോഹെർട്സ് ബാൻഡ്വിഡ്ത്ത് ഉള്ള ഒരു പിന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് 100 കിലോഹെർട്സ് ബാൻഡ്വിഡ്ത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ തന്നിരിക്കുന്ന പാരാമീറ്റർ എന്താണ്? ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെ അതിൽ യൂസ് ചെയ്യുന്ന ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 കിലോഹെർട്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം അതിൽ ആൻസർ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. 5 സ്റ്റേഷൻസ് ആണോ, 10 സ്റ്റേഷൻസ് ആണോ, 20 സ്റ്റേഷൻസ് ആണോ, 50 സ്റ്റേഷൻസ് ആണോ ഈ പറഞ്ഞ ചാനലിൽ, അല്ലെങ്കിൽ 100 കിലോഹെർട്സ് ബാൻഡ്വിഡ്ത്തിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാനലുകളുടെ എണ്ണം ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ആൻസർ എല്ലാവർക്കും കമന്റ് ചെയ്യാം. ഈ 31ാമത്തെ ആൻസർ 31 ഇട്ടിട്ട് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കുറേയേറെ പേര് ജോയിൻ ചെയ്തിട്ടായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം. നമ്പർ ഓഫ് AM broadcast station that can accommodate in a 100 kilohertz bandwidth for the highest modulating frequency of 5 kilohertz is. Okay, എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം. ഉള്ളവരെല്ലാവരും മാക്സിമം ആൻസർ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പൊ നമുക്ക് ഒരു നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് ലൈവ് ആണ്, അപ്പൊ ലൈവിൽ ഇന്ററാക്ട് ചെയ്ത് തന്നെ പിന്നെ പോവാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 100 കിലോഹെർട്സ് ബാൻഡ്വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് AM ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മാക്സിമം നമുക്ക് വരാൻ ചാൻസ് ഉള്ള മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട്. അതായത് ഈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി തന്നെയാണ്. FM ആണ് ഈ തന്നിരിക്കുന്നത്. 5 കിലോ ഹെർട്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ FM തന്നു കഴിഞ്ഞാൽ ഒരു ചാനലിന്റെ, ഒരു സിംഗിൾ ചാനലിന്റെ ബാൻഡ്വിഡ്ത്ത് എത്രയായിരിക്കും? 2 times of FM. AM ബ്രോഡ്കാസ്റ്റിംഗ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ മോഡുലേറ്റിംഗ് സിഗ്നലിനെ, നമ്മുടെ ഇൻഫോർമേഷൻ സിഗ്നലിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇതെന്താവും? 2 times of FM ആയിട്ട് മാറുവാണ്. അപ്പൊ എത്ര കിട്ടും? 10 കിലോഹെർട്സ് ആയിട്ടായിരിക്കും നമുക്ക് എന്താവുന്നത്? ഈ പറഞ്ഞ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ നമുക്ക് വരുന്നത് എത്രയായിരിക്കും? ബാൻഡ്വിഡ്ത്ത് 10 കിലോഹെർട്സ് ആയിരിക്കും.
അപ്പൊ നമുക്കിപ്പോ തന്നിരിക്കുന്ന നമുക്ക് പിന്നെ അലോ ചെയ്തിരിക്കുന്ന ബാൻഡ്വിഡ്ത്ത് എത്രയാണ്? 100 കിലോഹെർട്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? 100 കിലോഹെർട്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ സിംഗിൾ സ്റ്റേഷന്റെ ബാൻഡ്വിഡ്ത്ത് കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അങ്ങനെയാണ് നമുക്ക് 10 കിലോഹെർട്സ് കിട്ടുന്നത്. ചിലവർ സി ആൻസർ ചെയ്തതായിട്ട് കണ്ടു. ഡയറക്റ്റ് ഡിവിഷൻ എടുത്ത് കാണും. 5 എന്നുള്ളതിനെ ഡയറക്റ്റ് ഡിവിഷൻ നടത്തി കാണും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസി നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ടാണോ പിന്നെ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാൻഡ്വിഡ്ത്ത് ചെയ്യുന്നത് അല്ലല്ലോ. നമ്മൾ 2 ടൈംസ് ഓഫ് FM ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓരോ AM ചാനലിന്റെയും ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് FM ആണ്. അപ്പൊ ആ ഓരോ ചാനലിന്റെയും അല്ലെങ്കിൽ സ്റ്റേഷന്റെയും പിന്നെ ബാൻഡ്വിഡ്ത്ത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ബാൻഡ്വിഡ്ത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്റ്റേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. 10 സ്റ്റേഷൻസ്, സോറി കിലോഹെർട്സ് എന്ന് എഴുതി, കിലോഹെർട്സ് അല്ല സ്റ്റേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 10 സ്റ്റേഷൻസ് ആണ് ഇതിൽ നമുക്ക് എന്താക്കാൻ പറ്റുന്നത്? 10 സ്റ്റേഷൻസ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ അനലൈസ് ചെയ്യുക. ഈ പറഞ്ഞ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി, ഇൻഫോർമേഷൻ സിഗ്നലിന്റെ ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത്. സിംഗിൾ ചാനൽ അല്ലെങ്കിൽ സ്റ്റേഷന്റെ ബാൻഡ്വിഡ്ത്ത് കണ്ടുപിടിക്കുക. 2 ടൈംസ് ഓഫ് FM 10 കിലോഹെർട്സ് കിട്ടും. അതിനെ ഡിവൈഡ് ബൈ അലോക്കേറ്റഡ് നമുക്ക് തന്നിരിക്കുന്ന ബാൻഡ്വിഡ്ത്ത്, അതായത് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ബാൻഡ്വിഡ്ത്ത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പൊ 10 ആണ്, 10 സ്റ്റേഷൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 32. The positive RF peaks of an AM voltage rise to maximum value of 12 volt and drop to a minimum value of 4 volt. The modulation index assuming single tone modulation is. ഇവിടെ പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂ ആണ്. ഒരു സിംഗിൾ ടോൺ മോഡുലേഷന്റെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരു RF പീക്കിന്റെ അതിന്റെ മാക്സിമം പീക്കും മിനിമം പീക്കും തന്നിട്ടുണ്ട്. 12 വോൾട്ടും മിനിമം എന്നുള്ളത് 4 വോൾട്ടും തന്നിട്ടുണ്ട്. 3 ആണോ, 0.33 ആണോ, 0.25 ആണോ, 0.5 ആണോ? ആൻസർ കമന്റ് ചെയ്യാം. 32ന്റെ ആൻസർ എല്ലാവർക്കും കമന്റ് ചെയ്യാം. RF പീക്കിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആംപ്ലിറ്റ്യൂഡും മിനിമം ആംപ്ലിറ്റ്യൂഡും തന്നിട്ടുണ്ട്. ആരോ? RF പീക്കിന്റെ ആണ്. പോസിറ്റീവ് RF പീക്കിന്റെ AM വോൾട്ടേജിന്റെ മാക്സിമം റൈസ് വോൾട്ടേജും മിനിമം വോൾട്ടേജും തന്നിട്ടുണ്ട്. എത്രയായിരിക്കും? എല്ലാവരും ആൻസർ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് കമന്റ് ചെയ്യാം. ടൈം കളയാതെ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരും ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ചെയ്ത ആ ഒരു ഇക്വേഷൻസ് തന്നെ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള മാക്സിമം വോൾട്ടേജ് ആൻഡ് മിനിമം വോൾട്ടേജ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. എന്തായിരുന്നു? Vmax minus Vmin divided by Vmax plus Vmin എന്നുള്ള ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ, അപ്പൊ ഇതിൽ നമുക്ക് ആൻസർ എന്താണ്? Vmax തന്നിട്ടുണ്ട് 12 മൈനസ് 4 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 4 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടുന്നത് നമുക്ക് 0.5 ആയിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോണം. ഇതാണ് മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂ നമുക്ക് ഈ ഒരു മോഡുലേഷനിൽ കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഈ പറഞ്ഞ Vmax ആൻഡ് Vminum ഈ പറഞ്ഞ ഇക്വേഷൻ വരുന്ന കാര്യം ഞാൻ എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പൊ അതെടുത്ത് മനസ്സിലാക്കിക്കോണം എങ്ങനെ വന്നിരുന്നു എന്നുള്ളത്. അപ്പം ഈ തന്നിരിക്കുന്നതിൽ എന്താണ്? പോസിറ്റീവ് RF പീക്ക് എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം ഇത് ഓൾറെഡി മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞ സിഗ്നൽ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതുപോലെ തന്നെ നെഗറ്റീവ് പീക്സിലും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് പീക്സ് ആണെന്ന് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പോസിറ്റീവ് പീക്സിന്റെ മാക്സിമം വോൾട്ടേജ് 12ഉം അതായത് മിനിമം വോൾട്ടേജ് 4 വോൾട്ടും ഇവിടം വരെ 4 വോൾട്ടേജുമാണ് മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണിത്. ഇത് മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എനിക്ക് ഇപ്പം 9 പേരോളം ഉണ്ടല്ലോ ബാക്കിയുള്ളവരോടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An AM wave is given by 10 into 1 plus 0.3 cos 2 pi 10,000 t into cos 2 pi into 10 raised to 6t. Then the message frequency is. അപ്പൊ ഇവിടെ ഒരു AM വേവിന്റെ ഈക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 0.4 അല്ലേ കിട്ടുന്നത്? 0.4 ആണോ കിട്ടുന്നത്? 0.4 ആണോ ചെയ്തിട്ട് കിട്ടുന്നത്? ചെയ്ത് നോക്കിക്കേ എല്ലാവരും. 0.4 ആണോ? ഇതല്ല, നോ ഇതാണോ പറഞ്ഞത്? സോറി,
ഏതിന്റെ ആൻസർ പറഞ്ഞത്? 0.4 അല്ലേ കിട്ടുന്നതെന്ന് ആരതി? ഇതായിരുന്നു 0.4 ആണോ ഇതിന് കിട്ടുന്നത്? 32ാമത്തെ ആൻസർ എല്ലാവർക്കും കിട്ടിയത് 0.5 അല്ലേ വരുന്നത്? 32 0.5 ആണ് കേട്ടോ. ചെയ്ത് നോക്കുക. 0.5 ആണ് കിട്ടുന്നത്. ഓൾ പാനലിസ്റ്റ് 0.5 ആണ് കേട്ടോ ഇതിന്റെ ആൻസർ വരുന്നത്. ചെയ്ത് നോക്കുക. 12 - 4 ബൈ 12 + 4 ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ അടുത്ത എന്താണ് ഈ ക്വസ്റ്റ്യൻ നോക്കുക. an AM wave is given by 10 into 1 plus 0.3 cos 2 pi 10,000 t into cos 2 pi into 10⁻⁶t, then the message frequency is. എന്താണ് ഇതിനെല്ലാവരും എത്രയാണ് ആൻസർ ചെയ്തത്? ഞാൻ അതിനിടയ്ക്ക് കണ്ടില്ല. എല്ലാവരും ഒന്നുകൂടെ ആൻസർ ചെയ്യുക. 33 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യാം. 33 എന്ന് കമന്റ് ചെയ്തിട്ട് ആൻസർ എല്ലാവരും കമന്റ് ചെയ്യാം. 33ാമത്തെ ക്വസ്റ്റ്യന്റെ ഇവിടെ തന്നിരിക്കുന്നത് ഒരു AM സിഗ്നലിന്റെ ഫുൾ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സിഗ്നലിന്റെ ഫുൾ ഇത് തന്നിട്ടുണ്ട്. ഇവിടെ മെസ്സേജ് ഫ്രീക്വൻസി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും ആൻസർ? എല്ലാവരും പെട്ടെന്ന് കമന്റ് ചെയ്യാം. 33. എന്താണ് ഇവിടുത്തെ ആൻസർ? 10 kHz ആണ് കേട്ടോ. 10 kHz ആണ്. ഈ ഇക്വേഷൻ ഇതിനു വേണ്ടിയാണ് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ബേസിക് ഇക്വേഷൻസ് എല്ലാം നമുക്ക് വേണം. അതായത് ഇവിടെ ജനറൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? VC × 1+, അതായത് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് അത് ചോദിച്ചിരിക്കുന്നത്. VC × 1+, VM/VC നെ M ആയിട്ട് എടുക്കാം. sin ω mt × sin ω ct. അപ്പൊ ഈ ഒരു ബേസിക് നമ്മുടെ ജനറൽ ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് 33 എന്താണ് ഇവിടെ VC × 1 + M cos sin or cos അതായത് വേണേലും വരാം. പിന്നെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ cos or sin whatever. അപ്പൊ cos 2 pi അതായത് നമ്മുടെ മെസ്സേജ് ഫ്രീക്വൻസി വരുന്നത് ഇവിടെയാണ്. cos 2 pi 10,000 t into cos 2 pi into 10⁻⁶t. അപ്പൊ ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെ ഓവറോൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. cos 2 pi fmt, fm എന്ന് പറയുന്നത് ഇവിടെ 10,000 ആണ്. അപ്പൊ അതാണ് ഇവിടെ 10 kHz ആൻസർ വരാനുള്ള കാരണം. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് നോക്കാം. അടുത്തതും അതേ ക്വസ്റ്റ്യൻ തന്നെ. an AM wave is given by the same equation, then the bandwidth of the AM signal is. അപ്പൊ ഇവിടുത്തെ ബാൻഡ്വിഡ്ത്ത് എത്രയായിരിക്കും? നോക്കാനൊന്നുമില്ല, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നുള്ളൂ അല്ലെ. ഇതിന്റെ ബാൻഡ്വിഡ്ത്ത് എത്രയായിരിക്കും? ബാൻഡ്വിഡ്ത്ത് an AM wave is given by the same equation, then ബാൻഡ്വിഡ്ത്ത് എത്രയായിരിക്കും? FM ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ. FM എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് 10 kHz എന്ന് കണ്ടുപിടിച്ചു. 2 times of FM ആണ് നമ്മുടെ ബാൻഡ്വിഡ്ത്ത്. അതായത് ഓപ്ഷൻ സി ആയിരിക്കും. 20 kHz ആയിരിക്കും ബാൻഡ്വിഡ്ത്തിന്റെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, ഇപ്പം പ്രത്യേകിച്ച് സമയം കളയുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറൽ ഇക്വേഷൻസ് എല്ലാം തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് അനലൈസ് ചെയ്ത് ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇതും അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 35 ആണ്. an AM wave is given by 10 × 1+, സെയിം പിന്നെ ഇക്വേഷൻ തന്നെ. then the following frequency will not be present in the spectrum. താഴെ തന്നിരിക്കുന്നവയിൽ എന്താണ് ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ ഉൾപ്പെടാത്ത ഫ്രീക്വൻസി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യുമ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ പിന്നെ സ്പെക്ട്രം എടുത്തു കഴിയുമ്പോൾ, നമ്മുടെ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ സ്പെക്ട്രം നമ്മൾ കണ്ടിരുന്നു. ആ സ്പെക്ട്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന 1 MHz ആണോ, 2 MHz ആണോ, 1.01 MHz ആണോ, 0.99 MHz ആണോ സ്പെക്ട്രം നമ്മുടെ ഫ്രീക്വൻസി സ്പെക്ട്രം വരച്ചു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടാത്ത ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 35ാമത്തെ ആൻസർ എല്ലാവരും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് കമന്റ് ചെയ്യുക. ABCD ഓപ്ഷൻ ABCDയിൽ ഏതാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുക. ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫ്രീക്വൻസി ആണ് ഫ്രീക്വൻസി സ്പെക്ട്രം വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി സ്പെക്ട്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഉണ്ടാവാൻ ചാൻസ്, അതായത് ഉണ്ടാവാൻ പാടില്ലാത്തത്? എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം. 35 ആൻസർ.
എത്രയാണ് ബാക്കി എല്ലാവർക്കും കിട്ടിയില്ലേ? യെസ്, 35B ആണ് കേട്ടോ ആൻസർ. 35B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2 മെഗാഹെർട്സ് ആണ് ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ വരാൻ പാടില്ലാത്തത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഇവിടെ കാരിയർ ഫ്രീക്വൻസി എത്രയാണെന്ന് മനസ്സിലാക്കുക. എത്രയാണ്? FC എന്ന് പറയുന്നത് ഇതാണല്ലേ, അതായത് cos 2π FC എന്ന് പറയുന്നത് ഇതാണ്, അതായത് 10 മെഗാഹെർട്സ് ആണ്. സോറി, 10⁻⁶ മാത്രമേ ഉള്ളൂ. അപ്പം 1 മെഗാഹെർട്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വരും? 1 മെഗാഹെർട്സ് ആണ് നമ്മുടെ കാരിയർ ഫ്രീക്വൻസി. FM നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു, 1 കിലോ ഹെർട്സ് ആണ്. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി സ്പെക്ട്രം എടുത്തു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് 3 കമ്പോണൻസ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന് ഈ പറഞ്ഞ FC തന്നെ ഉണ്ടാവും, 1 മെഗാഹെർട്സ് ഉണ്ടാവും. പിന്നെയുള്ളത് എന്താണ്? FC പ്ലസ് FM ഉണ്ടാവും. പിന്നെയുള്ള കമ്പോണന്റ് എന്താണ്? FC മൈനസ് FM മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 3 കമ്പോണൻസ് മാത്രമേ നമ്മുടെ എവിടെ ഉണ്ടാവുള്ളൂ? ഈ പറഞ്ഞ ഫ്രീക്വൻസി സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. അതായത് 1, 2 and 3. അപ്പൊ ഇതിലേക്ക് നമ്മൾ നോക്കുക, 1 മെഗാഹെർട്സ് ആണ് FC. 1 മെഗാഹെർട്സിന്റെ കൂടെ 1 കിലോ ഹെർട്സ് ആഡ് ചെയ്തത്, അതാണ് ഈ പറഞ്ഞ 1.01 മെഗാഹെർട്സ്. പിന്നെയുള്ളതാണ് FC മൈനസ് FM. 1 മെഗാഹെർട്സിൽ നിന്ന് 1 കിലോ ഹെർട്സ് കുറച്ചത് 0.99 മെഗാഹെർട്സ്. ആൻഡ് ഒറിജിനൽ കാരിയർ ഫ്രീക്വൻസി 1 മെഗാഹെർട്സ്. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്ത ഫ്രീക്വൻസി ഏതാണ്? ഈ പറഞ്ഞ 2 മെഗാഹെർട്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ആൻസർ ബി ആയിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പിന്നെ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 36 ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. M = 0.5 ഫൈൻഡ് P ടോട്ടൽ സൈഡ് ബാൻഡ് ഡിവൈഡഡ് ബൈ PC. M എന്ന് പറയുന്നത് എന്താണ്? മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂ ആണ്. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട് 0.5 എന്ന്. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഇക്വേഷന്റെ വാല്യൂ ആണ്. ടോട്ടൽ സൈഡ് ബാൻഡ് പവർ ഡിവൈഡഡ് ബൈ കാരിയർ പവർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് പറയുക. ഓപ്ഷൻ A 1/2, B 1/4, C 1/8, D 1/16. ഇപ്പൊ ഏതായിരിക്കും ആൻസർ? പെട്ടെന്ന് കമന്റ് ചെയ്യാം. 36 ഞാനിവിടെ പറയാം, എല്ലാവരും ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. അതുപോലെ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടിയ ക്വസ്റ്റ്യൻ ആണ്. ഒരൊറ്റ പാരാമീറ്റർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, അതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഒരു സിംഗിൾ ഒറ്റ ഇക്വേഷന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് വരുന്നതെന്നും കൂടെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരും ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യാം. ഇവിടെ മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 0.5 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് P ടോട്ടൽ സൈഡ് ബാൻഡ്, P ടോട്ടൽ സൈഡ് ബാൻഡ് ഡിവൈഡഡ് ബൈ PC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇത് പിന്നെ ജസ്റ്റ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് m² ഡിവൈഡഡ് ബൈ m² ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ ആണ്. നമുക്കിവിടെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എമ്മിന്റെ വാല്യൂ മാത്രം തന്നു കഴിഞ്ഞാൽ m² ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. പക്ഷേ ഇത് എങ്ങനെ വന്നു എന്നും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ടോട്ടൽ സൈഡ് ബാൻഡ് ബൈ PC എന്ന് പറയുന്നത് m² ബൈ 2 എന്നാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ സൈഡ് ബാൻഡ് പവർ എന്ന് പറയുന്നത് PTC = PC into 1 plus m² by 2 ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഓക്കെ, ശ്രീലക്ഷ്മി CS കറക്റ്റ് ആയി. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ PC plus PC m² ഡിവൈഡഡ് ബൈ 2 ആണെന്ന് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ എന്ത് കാരിയർ പവർ എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? ടോട്ടൽ സൈഡ് ബാൻഡ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, വീഡിയോ ആയതുകൊണ്ട് ജസ്റ്റ് ഷോർട്ട് ആയിട്ട് എഴുതുന്നുള്ളൂ. വീഡിയോ എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വോക്കിൽ ഈ വേർഡുകളൊക്കെ മനസ്സിലാവും. അപ്പൊ PC എന്ന് പറയുന്നത് കാരിയർ പവറും PC m² by 2 എന്ന് പറയാൻ ടോട്ടൽ സൈഡ് ബാൻഡ് പവർ. അപ്പൊ ഈ ഇക്വേഷൻസ് നേരെ എടുത്തിട്ടാൽ മതി അല്ലെ? എന്താണ് ഈ പറഞ്ഞ ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ? ആണ് PCയുടെ ടൈമിൽ PC m² ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ PC. അപ്പൊ ഈ PCയും ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് വരും? m² ഡിവൈഡഡ് ബൈ 2 വരും. ഈ m എന്ന് പറയുന്നത് നമുക്കുണ്ട് ഇവിടെ എത്രയാണ്? 0.5² ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് 0.25 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പൊ ഇത് എത്രയാണ്? പിന്നെ നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഫ്രാക്ഷനിൽ വന്നു കഴിഞ്ഞാൽ 1/8 എന്നുള്ള ആൻസർ ആയിരിക്കും. 0.25 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 1/4 ഡിവൈഡഡ് ബൈ 2. അപ്പം 1/8 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചെയ്ത് പഠിക്കുക. എമ്മിന്റെ വാല്യൂ മാറ്റി
തരാം. ഈ ടോട്ടൽ സൈഡ് ബാൻഡിന് പകരം വേണമെങ്കിൽ ഒരു സിംഗിൾ സൈഡ് ബാൻഡ് ഡിവൈഡഡ് ബൈ PC എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിക്കോണം. സിംഗിൾ സൈഡ് ബാൻഡ് ബൈ PC എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ഈ ഇക്വേഷനിൽ എന്തായിരിക്കും വരേണ്ടത്? ഇവിടെ PC m²/2 എന്ന് എഴുതിയത് എന്തായിരുന്നു? ടോട്ടൽ സൈഡ് ബാൻഡ് പവർ ആയിരുന്നു. അപ്പൊ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരുന്നു. ഓരോ സൈഡ് ബാൻഡിനും PC m²/4 ആണ്. അപ്പൊ അങ്ങനെ രണ്ടെണ്ണം വരുമ്പോഴാണ് PC m²/2 ആയിട്ട് മാറുന്നത്. അപ്പൊ PC m²/4 ഇട്ട് കഴിയുമ്പോൾ m²/4 ആണ് ഇവിടെ നമുക്ക് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ഇത് എഴുതാൻ പഠിക്കുക എങ്ങനെയാണെന്നുള്ള കേസുകൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിനൊരു മോഡൽ കാണിച്ചതേ ഉള്ളൂ. അപ്പൊ അത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. ചുമ്മാ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അവിടെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ എന്താണ് ഇതിന്റെ ഈ വാല്യൂ എന്ന് മാത്രം കാണിക്കാൻ വേണ്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A 2 MHz carrier is amplitude modulate once more. എന്ത് once more? കഴിഞ്ഞ ക്വസ്റ്റ്യനാ. എന്ത് once more എന്നാ പറഞ്ഞത്? സിംഗിൾ സൈഡ് ബാൻഡ് ആണെങ്കിലാണോ? സിംഗിൾ സൈഡ് ബാൻഡിന്റെ പവർ വെച്ച് ചോദിച്ച ഡൗട്ട് ആണോ? അത് ഫുൾ ആയിട്ട് പറയണമെന്നാണോ പറയണേ? ആക്ച്വലി റെക്കോർഡ് വീഡിയോ ആണ്. പിന്നെ സമയം ഒരു ക്വസ്റ്റ്യൻ ഡിലേ ആവും. അപ്പൊ എടുത്ത് പിന്നീടാണെങ്കിലും കണ്ടാൽ മതിയല്ലോ. ഇത് ആക്ച്വലി റെക്കോർഡ് വീഡിയോ ആണ്. പിന്നെ യൂട്യൂബിൽ എടുത്ത് കണ്ടാലും മതി. 1 + m²/2/2 അല്ലേ? അതെങ്ങനെ 2/2 വരുന്നത്? ഒരു സൈഡ് ബാൻഡിന്റെ പവർ, അതായത് P ടോട്ടൽ എന്ന് പറയുന്നത് ഒരു PC in പ്ലസ് PC m²/2 എന്നല്ലേ ആൻസർ അല്ലെ? അപ്പൊ ഇതില് ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് കാരിയർ പവർ ആണ് അല്ലെ? അതുപോലെ തന്നെ ഈ പവർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ ആണ് അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഓൾറെഡി ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ എന്താണെന്നും കാരിയറിന്റെ പവർ എന്താണെന്നും കിട്ടി. ഓക്കെ, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവിടെ നേരെ ഈ ഇക്വേഷനിലേക്ക് ഈ വരുന്ന വാല്യൂ നേരെ അങ്ങ് അപ്ലൈ ചെയ്താൽ പോരെ? അതായത് P ടോട്ടൽ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? PC m²/2 ആണ് അതിന്റെ ഇക്വേഷൻ. ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞ PC ഇട്ട് കൊടുത്താൽ പോരെ? PC എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിലനിർത്തിയാൽ മതി. അപ്പൊ ഈ PCയും ഈ PCയും ക്യാൻസൽ ആയി പോയിട്ട് പിന്നെ എന്തേ വരുള്ളൂ? m²/2 എന്നല്ലേ വരുള്ളൂ. ക്ലിയർ ആയോ? 1 + m²/2 അല്ലേ? 1 + m²/2 ആണ്. ആരതി എന്താണ് പ്രശ്നം? ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? 2/2 അല്ലെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ? ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റെക്കോർഡ് ക്ലാസ് എടുത്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് പിന്നെയും വന്നു കഴിഞ്ഞാൽ ബട്ട് m²/2 എങ്ങനെയായെന്നോ? 1 എവിടെ പോയെന്നോ? അതാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചത്. ആരതി P ടോട്ടൽ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? PC ഓഫ് 1 + m²/2 എന്നല്ലേ? ഇതിനെ ഉള്ളിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ PC + PC × m²/2 എന്നല്ലേ? 1 അപ്പൊ പോയില്ലേ? ഈ ഇക്വേഷനിൽ നിന്ന് നേരെ എടുക്കാനല്ല ഞാൻ പറയുന്നത്. ഈ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചതാണ്. കാരിയർ പവർ എന്ന് പറയുന്നത് ജസ്റ്റ് PC എന്ന് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെറൈവ് ചെയ്ത് കിട്ടുമ്പോൾ PC m²/2 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇതിനെ തനിച്ച് മാറ്റി എഴുതി കഴിഞ്ഞാൽ കാരിയർ പവർ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എത്ര വരും? PC എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ നമ്മൾ തനിച്ച് എഴുതി കഴിഞ്ഞാൽ എത്ര എഴുതും? PC-യുടെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ PC m²/2 എന്ന് എഴുതാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഓരോ ഇക്വേഷൻസ് കിട്ടി. നേരെ ഇവിടെ അപ്ലൈ ചെയ്താൽ പോരെ? എന്താണ്? PC m²/2/PC എന്ന് ചെയ്താൽ മതി. ഈ ഇക്വേഷനുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ ഇതിൽ ടോട്ടൽ പവറും ഈ പറഞ്ഞ കാരിയർ പവറും എന്താണ് സൈഡ് ബാൻഡ് പവറും എന്താണെന്ന് കാണിക്കാൻ ഇതിൽ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, അടുത്തിലേക്ക് പോവാം. A 2 MHz carrier is amplitude modulated by a 500 MHz modulating signal to a depth of 60%. If unmodulated carrier power is 1 kilowatt, the power of modulated signal is. അപ്പൊ എന്താണ്? 2 MHz കാരിയർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യുവാണ്. 500 MHz ഉള്ള മോഡുലേറ്റിംഗ് സിഗ്നലുമായിട്ട് ഡെപ്ത് തന്നിട്ടുണ്ട്, അതായത് മോഡുലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട് 60% എന്ന് തന്നിട്ടുണ്ട്. ഇഫ് അൺമോഡുലേറ്റഡ് കാരിയർ പവർ എത്രയാണ് തന്നിട്ടുണ്ട്? 1 കിലോവാട്ട് എന്ന് തന്നിട്ടുണ്ട്. ദ പവർ ഓഫ് മോഡുലേറ്റഡ് സിഗ്നൽ ഈസ് എന്ന് ചോദിക്കുവാണ്. അപ്പം
അൺമോഡുലേറ്റഡ് ആയിട്ടുള്ള കാരിയറിന്റെ പവർ തന്നിട്ടുണ്ട് 1 കിലോവാട്ട്. ഇവിടെ കണ്ടുപിടിക്കുന്നത് മോഡുലേറ്റഡ് സിഗ്നലിന്റെ പവർ ആണ്. അപ്പൊ അത് എത്രയായിരിക്കും എന്ന് എല്ലാവരും ഒന്ന് ചെയ്തിട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ച് ഈ ഒരു ക്വസ്റ്റിനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് ഇതിൽ റെഡി ആവും. അപ്പൊ എ എന്ന് പറയുന്നത് 1.18 കിലോവാട്ട്, ബി 2 കിലോവാട്ട്, സി 1.5 കിലോവാട്ട്, ഡി 3 കിലോവാട്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആർക്കെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക എല്ലാവരും. എന്ത് പവർ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഇതിൽ നിന്ന് മനസ്സിലായോ? എന്ത് പവർ ആണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യാം. യെസ്, പി ടോട്ടൽ കണ്ടുപിടിക്കണം. അതാണ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറഞ്ഞത്. അപ്പൊ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് പി ടോട്ടൽ കണ്ടുപിടിച്ചാൽ മതി. അതിന് എന്ത് ചെയ്താൽ മതി? പി സി ഇൻറ്റു 1 + m²/2 എന്നുള്ള ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. മോഡുലേറ്റഡ് ആയിട്ടുള്ള കാരിയറിന്റെ പവർ തന്നിട്ടുണ്ട് 1 കിലോവാട്ട്. അതായത് മോഡുലേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാരിയർ ഉണ്ടാവും. ആ കാരിയറിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇത് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പവർ തന്നിട്ടുണ്ട് 1 കിലോവാട്ട് ആണ്. 1 × 10⁻³ × 1 + m. m എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഡെപ്ത് ആണ് തന്നിരിക്കുന്നത്. 60% എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 0.6 എടുക്കണം, മറന്നു പോകരുത്. 60 എടുത്തേക്കരുത്. 0.6² / 2 ഇത് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 37A ആണ് കേട്ടോ. ഇവിടെ 1 പോയിന്റ് എല്ലാം ചെയ്ത് നോക്കണം. ഫുൾ കാൽക്കുലേഷൻ ഒന്നും ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾ മാക്സിമം ബൈ ഹാൻഡ് കൊണ്ട് തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പൊ 1.18 കിലോവാട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം സമയം പോലെ, ടൈം കളയുന്നില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ജസ്റ്റ് തന്നിരിക്കുന്നതേ ഉള്ളൂ. 2 MHz കാരിയർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 500 Hz മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി സിഗ്നൽ തന്നിട്ടുണ്ട്. FM തന്നിട്ടുണ്ട്, FC തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് മാത്രം ഇതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Message signal contains 3 frequencies, 5 kHz, 10 kHz, 20 kHz respectively. Find bandwidth of AM. 3 മെസ്സേജ് സിഗ്നലുകളുടെ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. 5, 10, 20 കിലോഹെർട്സുകളിൽ. അതിന്റെ ബാൻഡ്വിഡ്ത്ത് AM, അതിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ബാൻഡ്വിഡ്ത്ത് എന്നാണ് ചോദ്യം. 40 കിലോഹെർട്സ് ആണോ, 30 കിലോഹെർട്സ് ആണോ, 20 കിലോഹെർട്സ് ആണോ, 35 കിലോഹെർട്സ് ആണോ? എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം. 38ാമത്തെ ആൻസർ എല്ലാവരും കമന്റ് ചെയ്യാം. ബാൻഡ്വിഡ്ത്ത് ഓഫ് AM സിഗ്നൽ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയായിരിക്കും? എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം. 38A ആണ് അല്ലെ? യെസ്, കറക്റ്റ് ആണ്. 38A ആണ് ആൻസർ. നമുക്ക് ഇവിടെ ഏറ്റവും മാക്സിമം നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതേ ഉള്ളൂ. മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എത്രയാണോ അതായിരിക്കും നമ്മൾ തന്നെ എന്തിനു വേണ്ടി ചെയ്യേണ്ടത്? AM-ന്റെ ചാനലിന്റെ ബാൻഡ്വിഡ്ത്ത് ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പൊ FM-ന്റെ മാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? മാക്സിമം വാല്യൂ ഓഫ് F എന്ന് പറയുന്നത് 20K ആണ് അല്ലെ? കിലോഹെർട്സ് ആണ്. 2 ടൈംസ് ഓഫ് FM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 40 കിലോഹെർട്സ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The number of AM broadcast station that can be accommodate on a ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 100 കിലോഹെർട്സ് ബാൻഡ്വിഡ്ത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് AM ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷൻ ആണ്. ഹൈസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി 5 കിലോഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ് കുറച്ചു മുമ്പ്. അപ്പൊ ഇവിടെ പറഞ്ഞിരുന്നു 2 ടൈംസ് ഓഫ് FM എടുക്കുക, 10 ആവും. 10 ഈ പറഞ്ഞ നമുക്ക് തന്നിരിക്കുന്ന ബാൻഡ്വിഡ്ത്ത് 100 കിലോഹെർട്സ് ആണ്. അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കിട്ടുന്ന ബാൻഡ്വിഡ്ത്ത് കൊണ്ട് സിംഗിൾ ചാനലിന്റെ ബാൻഡ്വിഡ്ത്ത് 10 കിട്ടി. അതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 നമ്പർ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇത് ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്തേക്ക് പോവാം. A broadcast AM radio transmitter radiates 125 kilowatt when the modulation percentage is 70. How much of this is carrier power? അപ്പോൾ ഇവിടെ ജസ്റ്റ് തിരിച്ചു ചോദിച്ചിരിക്കുന്നു. കാരിയർ പവർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ AM ബ്രോഡ്കാസ്റ്റ് AM റേഡിയോ ട്രാൻസ്മിറ്റർ റേഡിയേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്? പിന്നെ റേഡിയേറ്റ് ചെയ്യിക്കുന്നത് അല്ലെ? അതായത് ട്രാൻസ്മിറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ ആ റേഡിയേറ്റഡ് പവർ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ടോട്ടൽ പവർ 125
കിലോ വാട്ട് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് മോഡുലേഷൻ 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പി സി ആണ്. അതിനെന്ത് ചെയ്താൽ മതി, പി ടോട്ടൽ ഡിവൈഡഡ് ബൈ 1 + m²/2 ചെയ്താൽ ആൻസർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ പി ടി തന്നിട്ടുണ്ട് 125K കിലോ ഡിവൈഡഡ് ബൈ 1 + m² എന്ന് പറയുന്നത് എത്രയാണ്, 0.7 ആണ്. m എന്ന് പറയുന്നത് 0.7² ഡിവൈഡഡ് ബൈ 2 വരും. ആൻസർ എത്ര കിട്ടി എല്ലാവർക്കും? എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം. 40ാമത്തെ ആൻസർ എല്ലാവർക്കും കമന്റ് ചെയ്യാം. എല്ലാവർക്കും 100 കിട്ടിയില്ലേ? 100 കിലോ വാട്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം. ഈ പറഞ്ഞ കിലോയിൽ നിന്നൊക്കെയുള്ള വാല്യൂ അതുപോലെ തന്നെ ഇടാൻ ശ്രമിക്കണം. കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. അപ്പൊ അത് മറന്നു പോകരുത്. ഇത് മറന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പം ഈ ഓപ്ഷനിൽ ചിലപ്പോൾ 100 വാട്ട് എന്നൊക്കെ ഉള്ളത് കാണാം. ചാരിക്കര് നമ്മൾ അത് ആൻസർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ടോ അത് കറക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യുന്നത് ഒരു പിന്നെ എന്താണ് ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതെല്ലാരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഓക്കെ, പാരാമീറ്റേഴ്സ് അനലൈസ് ചെയ്യൽ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An AM broadcast station operates at its maximum allowed total of 100 kilowatt with 90% modulation. The power in intelligent part is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു AM ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന മാക്സിമം അലൗഡ് ടോട്ടൽ പവർ എന്ന് പറയുന്നത് 100 കിലോവാട്ട് ആണെന്ന് പറഞ്ഞിട്ട് മോഡുലേഷൻ ഇൻഡെക്സ് 90%. അവിടെ ചോദിച്ചിരിക്കുന്നത് പവർ ഇൻ ഇന്റലിജന്റ് പാർട്ട്, അതായത് ഇന്റലിജന്റ് പാർട്ടിലുള്ള പവർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായ 41 ക്വസ്റ്റ്യനിൽ എന്താണ് എന്നൊന്ന് കമന്റ് ചെയ്യുക. 41st ക്വസ്റ്റ്യന്റെ എന്താണ് കമന്റ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. മനസ്സിലായവർ? പവർ ഇൻ ഇന്റലിജൻസ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവരും കമന്റ് ചെയ്യാം. യെസ്, കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് ആണ് ടോട്ടലി ചോദിച്ചത്. പി സൈഡ് ബാൻഡ് ആണ്. ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ ആണ് ഈ പറഞ്ഞ ഇന്റലിജന്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇന്റലിജന്റ് പാർട്ട് എന്ന് പറയാനുള്ള കാരണം ഇൻഫോർമേഷൻ എവിടാണോ ഉൾക്കൊള്ളുന്നത് അതാണ് ഇന്റലിജന്റ് എന്ന് പറയുന്നത്, അല്ലെ? ഇൻഫോർമേഷനെയാണ് നമ്മൾ ഇന്റലിജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്റലിജന്റ് പാർട്ട് എവിടാണോ ഇരിക്കുന്നത്, എവിടാണ് നമ്മുടെ രണ്ട് സൈഡ് ബാൻഡുകളിലും സെയിം ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ പി ടി മൈനസ് പി സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ പി ടി മൈനസ് പി സി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പി സി ഇവിടെ തന്നിട്ടില്ല. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ടോട്ടൽ പിന്നെ പവറും അതുപോലെ തന്നെ മോഡുലേഷൻ ഇൻഡെക്സ് തന്നിട്ടുള്ളൂ. ഈ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പി സി ഇൻറ്റു 1 + m² ഡിവൈഡഡ് ബൈ 2 എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതും. ഇതിൽ നമുക്ക് പി ടോട്ടൽ തന്നിട്ടുണ്ട് 100 കിലോ വാട്ടും അതുപോലെ തന്നെ 0.9 തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആദ്യം പി സി കണ്ടുപിടിക്കണം. അതായത് പി ടോട്ടൽ ഡിവൈഡഡ് ബൈ നേരത്തെ ഇതുപോലെ 1 + m²/2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എല്ലാവരും മനസ്സിലാക്കണം 17.2 കിലോ വാട്ട് എന്നുള്ള ആൻസർ കിട്ടും. എല്ലാവരും ചെയ്ത് ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. സ്റ്റക്ക് ആവുന്നുണ്ടോ? സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഇടയ്ക്കിടയ്ക്ക് ഓക്കെ. ഇപ്പൊ കുഴപ്പമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സ്റ്റക്ക് ആകുമ്പോൾ എല്ലാവരും ഒന്ന് മെൻഷൻ ചെയ്യണം എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ പി സി ഇപ്പൊ ആൻസർ കിട്ടിയോ? ആർക്കെങ്കിലും 41st ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയോ? അപ്പൊ പി സി നമുക്ക് കിട്ടും. പി സി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മുടെ ടോട്ടൽ പവറിനെ നമ്മൾ നോർമലി എഴുതി കഴിഞ്ഞാൽ ഏതൊക്കെ ചേരുന്നതാണ്? പി സിയും
അതുപോലെ തന്നെ സൈഡ് ബാൻഡുകളും ചേരുന്നതാണ് നമ്മുടെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ പി ടോട്ടൽ നമുക്കുണ്ട്, പി സി ഉണ്ട്. നമുക്കിവിടെ എന്താ അറിയേണ്ടത്? പി എസ് സൈഡ് ബാൻഡ്സ് ആണ്. പി സൈഡ് ബാൻഡ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പി ടി മൈനസ് പി സി ചെയ്താൽ ആൻസർ ആയി. പി ടി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 100 ആയിരുന്നു അല്ലെ. 100 കിലോ ആണ്. മൈനസ് 71.2 കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ എ ആണ്. 28.8 കിലോ വാട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, 28.8 കിലോ വാട്ട് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In 50% modulated signal carrier is suppressed, find the percentage power saving in transmitted power. അതായത് ഒരു എന്താണ് 50% മോഡുലേറ്റഡ് സിഗ്നലിനെ എന്താണ് കാരിയർ സപ്രസ് ചെയ്ത് കളയുവാണ്. 50% മോഡുലേഷൻ ചെയ്ത സിഗ്നലിനെ നമ്മൾ കാരിയർ എന്ത് ചെയ്യുവാണ്? അതില് സപ്രസ് ചെയ്ത് കളയുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ സേവ് ചെയ്യപ്പെടുന്ന പവറിന്റെ പെർസെന്റേജ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ 90, ബി 88.88, സി 33.33, ഓപ്ഷൻ ഡി 66. എത്രയായിരിക്കും ആൻസർ? 42ാമത്തെ ആൻസർ 50%ഓളം മോഡുലേഷൻ ചെയ്ത സിഗ്നലിൽ നിന്ന് കാരിയറിനെ സപ്രസ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ എത്രത്തോളം പവർ നമ്മൾ സേവ് ചെയ്യപ്പെടുന്നു എന്നാണ്, പെർസെന്റേജ് പവർ സേവ് ചെയ്യപ്പെടുന്നു എന്നാണ് ചോദ്യം. എല്ലാവരും ചെയ്തു നോക്കിയിട്ട് ആൻസർ പറയുക. 42ാമത്തെ ആൻസർ എത്രയാണ്? ആൻസർ 42. ആൻസർ കമന്റ് ചെയ്യാം. നാൽപ്പത്തിരണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ സി, ഡി, ബി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പെർസെന്റേജ് പവർ സേവിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പെർസെന്റേജ് പവർ സേവിങ് കാണാൻ ഇവിടെ എല്ലാവരും നോക്കുക. സേവ്ഡ് പവർ, അപ്പൊ അതിനുള്ള ഇക്വേഷൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പെർസെന്റേജ് പവർ സേവിങ് എന്ന് പറഞ്ഞാൽ പി സേവ്ഡ്, അതായത് സേവ്ഡ് പവർ ഡിവൈഡഡ് ബൈ അതിന്റെ റേഷ്യോ ആണ് സേവ്ഡ് പവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷൻ എടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് സേവ് ചെയ്യപ്പെടുന്നു എന്നാണ്? കാരിയറിനെ നമ്മൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാരിയറിന്റെ പവർ അവിടെ എന്താവുകയാണ്? ഇല്ലാതാവുകയാണ് അല്ലെ. അപ്പൊ സേവ്ഡ് പവർ എന്ന് പറയുന്നത് എന്താണ്? കാരിയർ പവർ ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും. ഇതിന്റെ ഒരു ഷോർട്ട് മെത്തേഡ് ഉണ്ട്, അത് ഓർത്തിരിക്കുകയോ ചെയ്യാം. അപ്പൊ അതെന്താണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് ചെയ്യുന്ന ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ സേവ് ചെയ്യപ്പെടുന്ന പവർ എന്ന് പറയുന്നത് യെസ്, ഇവിടെ സേവ് ചെയ്യപ്പെടുന്ന പവർ എന്ന് പറയുന്നത് പി സി ആണെന്ന് ഓൾറെഡി പറഞ്ഞു. കരിയറിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? സപ്രസ് ചെയ്യുവാണ് പി സി. അപ്പൊ പി സി ആണ് നമ്മുടെ സേവ്ഡ് പവർ. ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ പവർ ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് സേവ്ഡ് പവർ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പി സി ഡിവൈഡഡ് ബൈ ടോട്ടൽ പവറിന്റെ ഇക്വേഷൻ എന്താണ്? പി സി ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലെ. അപ്പം പി സി ആൻഡ് പി സി ക്യാൻസൽ ആയി പോകും. ഫൈനലി നമുക്ക് എന്ത് വരും? ഇവിടെ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2 പ്ലസ് എം സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് എം സ്ക്വയർ എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് ഇത് വന്നു അല്ലെ. അപ്പൊ ആകെ തന്നിരിക്കുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് 50% മോഡുലേഷൻ നടന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എം എന്ന് പറയുന്നതിന്റെ വാല്യൂ മാത്രമേ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളൂ, 0.5 ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലെ. അപ്പൊ ആ ഇക്വേഷനിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ഇത് ഓർത്തിരിക്കുക, സേവ്ഡ് പവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ ഇൻറ്റു 100. ഇതിന്റെ ഷോർട്ട്കട്ട് ആൻസർ എന്ന് പറയുന്നത് 2/2 പ്ലസ് എം സ്ക്വയർ. ഇതായിരിക്കും കോമൺലി എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു സേവ്ഡ് പവർ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 0.5 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. 42ാമത്തെ ആൻസർ ബി ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെ ഇൻറ്റു 100 കൂടെ ചെയ്യണം. അപ്പം 88.88% ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതിനെ ഇൻറ്റു 100 കൂടെ ചെയ്യുക. അപ്പോൾ 88.88 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക്
പെർസെന്റേജ് ഓഫ് പവർ സേവിങ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിൽ നിന്ന് 88% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർ സേവ് ചെയ്യാൻ പറ്റും, കാരിയറിനെ സപ്രസ് ചെയ്ത് കളഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മുടെ ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ മോഡുലേഷനിൽ നിന്ന് DSB-SC വന്നത്. അതായത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ സിഗ്നൽ പിന്നെ എന്താണ് അതിൽ നിന്ന് ഇംപ്രൂവ് ആയിട്ട് വന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ അത് നമ്മൾ ഇനി തുടർന്ന് പഠിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്ന്. അപ്പൊ ഇപ്പൊ അതിന്റെ കാരണം എല്ലാവർക്കും മനസ്സിലായി കാണും. എത്രത്തോളം പവർ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ സേവ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു കേസ് വന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Yes. A carrier is amplitude modulated to depth of 40%. Increase in power എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാരിയറിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? 40%ഓളം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യുവാണ്. അപ്പോൾ എത്രത്തോളം പവർ ഇൻക്രീസ് ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ആ ഒരു മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ ഇൻക്രീസ് ഇൻ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എല്ലാവർക്കും കമന്റ് ചെയ്യാം. 10% ആണോ കൂടുന്നത്, 8% ആണോ കൂടുന്നത്, 2% ആണോ കൂടുന്നത്, 7% ആണോ കൂടുന്നത്? എല്ലാവർക്കും ആൻസർ കമന്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ പറയാം അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കേസ് ഞാൻ പറയാം. 43 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യാം. (43) 43 എല്ലാവർക്കും കമന്റ് ചെയ്യാം. യെസ്. അപ്പം അതിന്റെ ഇക്വേഷൻസ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? എന്താണ് നമുക്കറിയാം, ഇപ്പൊ ഇൻക്രീസ് ഇൻ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 40%ഓളം മോഡുലേഷൻ ചെയ്ത ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്ത സിഗ്നല് എത്രത്തോളം പവർ ഇൻക്രീസ് ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് അല്ലെ? അപ്പൊ ഈ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെച്ചോണം. ഇൻക്രീസ് ഇൻ പവർ ഇൻ പെർസെന്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇത് നമ്മൾ ആക്ച്വലി ഫൈനലി ഡെറൈവ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ ആണ്. PT മൈനസ് PC ബൈ PC ഇൻറ്റു 100 എന്നുള്ള ആൻസർ ആണ് നമുക്ക്, സോറി ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇൻക്രീസ് ഇൻ പവർ ചോദിച്ചു കഴിഞ്ഞാൽ, പവർ സേവിങ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 2/2 പ്ലസ് m² അല്ലെങ്കിൽ സേവ്ഡ് പവർ ഡിവൈഡ് ബൈ ടോട്ടൽ പവർ ഇൻറ്റു 100 ചെയ്താലും മതി. അപ്പൊ ഇവിടെ ഇൻക്രീസ് ഇൻ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പവർ മൈനസ് കാരിയർ പവർ ഡിവൈഡഡ് ബൈ കാരിയർ പവർ ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നതാണ്. അപ്പൊ ഇതനുസരിച്ച് നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? PT മൈനസ് PC ബൈ PC ഇൻറ്റു 100 എന്നാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ട ആൻസർ ഇക്വേഷൻ. അപ്പം ഇവിടെ നമുക്ക് എന്താണ് PT എന്ന് പറയുന്നത് PC-യുടെ ടേംസിലേക്ക് കൊണ്ടുവന്നാൽ മതി. എന്താണ് PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PC ഇൻറ്റു 1 പ്ലസ് m² എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 0.4 ആണ്. 0.4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 1.08 എന്നുള്ള ആൻസർ ആണ് ഇവിടെ വരുന്നത്. 1.08 PC എന്നുള്ള ഈ ഒരു വാല്യൂലേക്ക് കിട്ടും. അപ്പൊ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.08 PC മൈനസ് PC ഡിവൈഡഡ് ബൈ PC ഇൻറ്റു 100. അപ്പൊ ഒരു സിംഗിൾ ടേമിന്റെ ഇതിലേക്കായി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് സിംപ്ലിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ 1.08 മൈനസ് 1, അപ്പം 1 മൈനസ് 1 പോയി, ബാക്കി 0.08 എന്നുള്ള ആൻസർ വരും. 0.08 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും നമുക്ക് ആൻസർ? 8% ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? പിന്നെ സേവിങ് പവർ സേവ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ ആൻസർ 8 ആണ്. അപ്പൊ ഈ ഇക്വേഷൻസ് മറന്നു പോകരുത്. PT മൈനസ് PC ബൈ PC ഇൻറ്റു 100 എന്നുള്ളതാണ് പെർസെന്റേജ് ഇൻക്രീസ് ഇൻ പവറിന്റെ ഇക്വേഷൻ. അപ്പൊ അതിൽ PT ജസ്റ്റ് എമ്മിന്റെ വാല്യൂ എത്രയാണോ അത് വെച്ചിട്ട് നമുക്ക് PC-യുടെ ടേമിൽ തന്നെ ഈ ഒരു ഇക്വേഷൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ PC ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എത്രയാണോ വരുന്നത് ആ വാല്യൂവിനെ ഇൻറ്റു 100 ചെയ്താൽ മതി. യെസ്, m²/2 ചെയ്താൽ മതി. യെസ്, കറക്റ്റ് ആണ്. ഏത്? m²/2 ചെയ്താൽ മതി. അങ്ങനെ ഒരു ഷോർട്ട് കട്ടും കൂടെ ഉണ്ട്. m²/2 എന്നുള്ള ഒരു ഷോർട്ട് കട്ടും കൂടെ ഈ പറഞ്ഞ ഇൻക്രീസ് ഇൻ പവറിന് വേണ്ടിയുണ്ട് കേട്ടോ. ആ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പൊ അത് പറയാൻ വരുമായിരുന്നു. പെർസെന്റേജ് ഇൻക്രീസ് ചോദിച്ചു കഴിഞ്ഞാൽ m²/2 എന്നുള്ള ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ആൻസർ ആണ് അല്ലെ? 0.4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ 0.08 ആണ് ആൻസർ വരുന്നത്.
അപ്പൊ ആ രണ്ട് ഇക്വേഷൻസ് ഓർത്തിരുന്നോണം. നേരത്തെ പറഞ്ഞതും 2/2 plus m² ആണ്. ഇവിടെ m²/2 എന്നുള്ള ഇക്വേഷനും ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The type of signal transmission in which no power is wasted on the carrier is known as. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സിഗ്നൽ ട്രാൻസ്മിഷൻ ആണ് കാരിയറിന് വേണ്ടി പവർ കളയാത്തത്, അല്ലെങ്കിൽ വിച്ച് നോ പവർ ഈസ് വേസ്റ്റഡ് അല്ലെ, അതാണ് കാരിയറിന് വേണ്ടി പ്രത്യേകം പവർ വേസ്റ്റ് ചെയ്യാത്ത പിന്നെ മോഡുലേഷൻ സ്കീം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, sideband suppressed carrier signal and suppressed carrier. ഏതായിരിക്കാം? 44. കാരിയറിന് വേണ്ടി പവർ വേസ്റ്റ് ചെയ്യാത്ത സിഗ്നൽ ട്രാൻസ്മിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാവുന്നേ. സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ സിഗ്നൽ ആണ് സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. കാരിയറിനെ സപ്രസ് ചെയ്ത് കളയുന്ന ഏതൊരു മോഡുലേഷൻ ടെക്നിക്കും കാരിയറിന് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, പവർ വേസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. DSC, അതുപോലെ തന്നെ SSDSC, സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, AM മോഡുലേഷൻ എല്ലാം തന്നെ ഈ പറഞ്ഞ ടേമിൽ പെടുന്നതാണ്. ഇവിടെ ജസ്റ്റ് ഓപ്ഷൻ എ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമുക്കറിയാം നോർമൽ DSD-FC ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ കാരിയറിന്റെയും കൂടെ പ്രസൻസ് ഉണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. What is the power in each sideband if the carrier power is 30 watt and the percentage of modulation is 85%? അപ്പം തന്നിരിക്കുന്നത് എന്താണ്, കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പവർ ഇൻ ഈച്ച് സൈഡ് ബാൻഡ്. ഓരോ സൈഡ് ബാൻഡിന്റെയും പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് എന്താണ്, കാരിയർ പവർ തന്നിട്ടുണ്ട് 30 വാട്ട് എന്നും, അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് മോഡുലേഷൻ തന്നിട്ടുണ്ട് 85% എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഓരോ സൈഡ് ബാൻഡിന്റെയും പവർ എല്ലാവരും കണ്ടുപിടിച്ചിട്ട് ആൻസർ പറഞ്ഞേ. നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്ന അതേ ഒരു ടെക്നിക്ക് തന്നെ നേരെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓരോ സൈഡ് ബാൻഡിന്റെയും പവർ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ ഉദ്ദേശം. എത്രയായിരിക്കും ആൻസർ? 45ന്റെ ആൻസർ എല്ലാവർക്കും കണ്ടുപിടിക്കാം. ഈച്ച് സൈഡ് ബാൻഡിന്റെയും ഓരോ സൈഡ് ബാൻഡിന്റെയും പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ് ആൻസർ? 45. ഓരോ സൈഡ് ബാൻഡിന്റെയും പവർ ആണ്. ഓരോ സൈഡ് ബാൻഡിന്റെ പവർ എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്യാം. 45 8.55 വാട്ട് ആണോ, 8.55 വാട്ട് ആണോ, 5.418 വാട്ട് ആണോ, 7.542 വാട്ട് ആണോ, 1.235 വാട്ടേജ് ആണോ? എത്രയായിരിക്കാം? 45. 45ന് ആൻസർ കണ്ടുപിടിക്കാം. യെസ്, എല്ലാവരും ചെയ്തോ? രണ്ടുപേരും ചെയ്തതായിട്ട് കാണുന്നുള്ളൂ. 45ന്റെ ആൻസർ ബി ആണ്. 5.48 വാട്ട് ആണ് നമുക്ക് കിട്ടുന്ന ഓരോ സൈഡ് ബാൻഡിന്റെയും പവർ പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറഞ്ഞ PC പ്ലസ് m²/2 ഇട്ട് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ കിട്ടും. ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടും? ഈ ടോട്ടൽ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? PC പ്ലസ് രണ്ട് സൈഡ് ബാൻഡുകളും ചേരുന്ന പവർ ആണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് മൊത്തം, അതായത് ടോട്ടൽ സൈഡ് ബാൻഡിന്റെ പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? PT മൈനസ് കിട്ടുന്ന, അതായത് കിട്ടുന്ന PT മൈനസ് PC തന്നിട്ടുണ്ട് 30 വാട്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതിനെ എന്ത് ചെയ്താൽ മതി? by 2 ചെയ്താൽ മതി അല്ലെ. ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, അപ്പൊ കിട്ടുന്ന ആൻസർ ആണ്. അപ്പൊ ഈ കിട്ടുന്ന ആൻസർ P സൈഡ് ബാൻഡ് by 2 ചെയ്യുന്നതാണ് നമ്മുടെ ഓരോ സൈഡ് ബാൻഡുകൾ. LSB അല്ലെങ്കിൽ or PUSB. ഓക്കെ, അപ്പർ സൈഡ് ബാൻഡ്. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നിന്റെ പവർ കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. അപ്പൊ 5.418 വാട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ മെത്തേഡ് വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കിക്കോണം. ആദ്യം ടോട്ടൽ പവർ കണ്ടുപിടിക്കുക, എന്നിട്ട് സൈഡ് ബാൻഡ് പവർ. അപ്പം ജനറൽ ഇക്വേഷനിലേക്ക് വരിക, ടോട്ടൽ സൈഡ് ബാൻഡ് പവർ. അപ്പം ടോട്ടൽ സൈഡ് ബാൻഡ് പവറിന്റെ ഇക്വേഷൻ PT മൈനസ് PC ആയിട്ട് മാറും. അതിൽ നിന്ന് ഡിവൈഡ് ചെയ്താൽ ഓരോ സൈഡ് ബാൻഡിന്റെയും പവർ കിട്ടും. അപ്പം ഇത് മനസ്സിലാക്കി വെച്ചോണം. ഈച്ച് സൈഡ് ബാൻഡ് എന്നുള്ള കേസ് ഓർത്തിരുന്നോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
What is used to generate a DSB signal, double sideband suppressed carrier signal generate ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നെ മോഡുലേറ്റർ അല്ലെങ്കിൽ എന്താണ് താഴെ തന്നിരിക്കുന്ന ഏതാണ് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ബാലൻസ്ഡ് മോഡുലേറ്റർ, ബി കാരിയർ സപ്രസർ, സി ആന്റി മോഡുലേറ്റർ, ഡി സൈഡ് ബാൻഡ് സപ്രസർ. ഏതായിരിക്കാം? DSB-SC ആണ് കേട്ടോ, ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ സിഗ്നൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ DSB എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ, DSB അല്ല, DSB-SCയും കൂടെ വരും. ഓക്കെ, ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ പിന്നെ സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നെ സർക്യൂട്ടറി ആണ് ബാലൻസ്ഡ് മോഡുലേറ്റർ അല്ലെങ്കിൽ ബാലൻസ്ഡ് റിംഗ് മോഡുലേറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാലൻസ്ഡ് മോഡുലേറ്റർ ആണ് ഈ പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. Which of the following is an advantage of SSB over DSB? സിംഗിൾ സൈഡ് ബാൻഡ് മോഡുലേഷനിൽ നിന്ന് DSB അതായത് ഡബിൾ സൈഡ് ബാൻഡ് മോഡുലേഷനിൽ നിന്ന് സിംഗിൾ സൈഡ് ബാൻഡ് മോഡുലേഷന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. നോ ചേഞ്ചിങ് സ്പെക്ട്രം സ്പേസ്, റെഡ്യൂസിംഗ് സ്പെക്ട്രം സ്പേസ്, കാരിയർ ഈസ് സപ്രസ്ഡ്, power is not wasted on the carrier. ഏതായിരിക്കും 47th question answer? 47th question answer ഏതായിരിക്കും? SSB-SC സിഗ്നലും DSB-SC സിഗ്നലും എടുത്തു കഴിഞ്ഞാൽ എന്താണ് SSB സിഗ്നലിലുള്ള അഡ്വാൻറ്റേജ്? രണ്ടും SB ആണ് കേട്ടോ, സപ്രസ്ഡ് കാരിയർ ആണ്, രണ്ടും സപ്രസ്ഡ് കാരിയർ തന്നെയാണ്. ഫുൾ ടൈപ്പ് ചെയ്യുന്നല്ലേ ഉള്ളൂ. SSB-SCയും ഇത് DSB-SCയും ആണ്. എല്ലാവരും നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ മോഡുലേഷനും ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ മോഡുലേഷനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ DSB-SCയിൽ നിന്ന് SSB-SCയുടെ അഡ്വാൻറ്റേജ് നോ ചേഞ്ച് ഇൻ സ്പെക്ട്രം സ്പേസ് ആണോ, റെഡ്യൂസിംഗ് സ്പെക്ട്രം സ്പേസ് ആണോ, കാരിയർ ഈസ് സപ്രസ്ഡ് ആണോ, പവർ ഈസ് നോട്ട് വേസ്റ്റഡ് ഓൺ ദ കാരിയർ ആണോ? ആൻസർ എല്ലാവരും ഒന്നുകൂടെ റിവൈസ് ചെയ്യാം വേണമെങ്കിൽ. പെട്ടെന്ന് കയറി എഴുതിയതായിരിക്കാം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് DSB-SC സിഗ്നൽ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് രണ്ട് സൈഡ് ബാൻഡുകൾ ഉണ്ടാവും. DSB-SCക്ക് രണ്ട് സൈഡ് ബാൻഡുകൾ ഉണ്ടാവും. ഇതാണ് DSB-SC. ഇവിടെ കാരിയർ എന്ന് പറയുന്നത് സപ്രസ് ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നു, അതിനാണ് ഇങ്ങനെ വരച്ചത് അല്ലെ. ഇനി സിംഗിൾ സൈഡ് ബാൻഡ് ആണെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു സൈഡ് ബാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെയും കാരിയർ സപ്രസ്ഡ് ആണ്, ഒരു സൈഡ് ബാൻഡ്. അപ്പൊ സ്പെക്ട്രം എടുത്ത് കഴിയുമ്പോൾ എത്രയാണ്? ഇത്രേ വരുന്നുള്ളൂ അല്ലെ, ഈ ഇത്രയും റേഞ്ചേ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ DSB-SCക്ക് ആണെങ്കിൽ ഇവിടെ ഇത്രയും ലോങ് ആയിട്ടുള്ള സ്പെക്ട്രം സ്പേസ് വരുന്നുണ്ട്. റെഡ്യൂസിങ് സ്പെക്ട്രം സ്പേസ് ആണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണെങ്കിലും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് സപ്രസ്ഡ് കാരിയർ ആണെന്ന് മനസ്സിലാക്കിക്കോണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നതാണ് SSCയിലൊക്കെ. അപ്പൊ അവിടെ ഈ പറഞ്ഞ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണം. SSB സപ്രസ്ഡ് കാരിയർ ആണ്, പിന്നെ അതിൽ നിന്നുള്ള അഡ്വാൻറ്റേജ് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്വസ്റ്റ്യൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. റെഡ്യൂസ് ഇൻ സ്പെക്ട്രം സ്പേസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the peak envelope power? Yes. What is the peak envelope power if the RMS voltage is 127.26 volt across a 50 ohm load? What is the peak envelope power? ആണ് ചോദിച്ചിരിക്കുന്നത്. If the RMS voltage 127.26 volt across a 50 ohm load. എത്രയായിരിക്കാം? 324 വാട്ടാണോ, 321 വാട്ടാണോ, 215 വാട്ടാണോ, 154 വാട്ടാണോ? 48ാമത്തെ ആൻസർ എല്ലാവർക്കും കമന്റ് ചെയ്യാം. പീക്ക് എൻവലപ്പ് പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് തന്നിരിക്കുന്ന പാരാമീറ്റർ RMS വോൾട്ടേജ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ലോഡാണ് തന്നിരിക്കുന്നത്, ലോഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 50 ഓം എന്ന് തന്നിട്ടുണ്ട്. എത്രയായിരിക്കും ആൻസർ? 48ാമത്തെ ആൻസർ എല്ലാവർക്കും കമന്റ് ചെയ്യാം. ജസ്റ്റ് ഒന്നുമില്ല, അധികം കടന്ന് ചിന്തിക്കാനൊന്നും പോകണ്ട, ഡയറക്റ്റ് ആലോചിച്ചാൽ മാത്രം മതി. പീക്ക് എൻവലപ്പ് പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. പീക്ക് എൻവലപ്പിന്റെ RMS വോൾട്ടേജ് തന്നിട്ടുണ്ട്. അത് അക്രോസ് റെസിസ്റ്റർ എത്രയാണ്? 50 ഓം റെസിസ്റ്ററിലാണ് അത് ഡിറ്റക്ട് ചെയ്തെടുത്തത്.
അപ്പൊ അതിന്റെ പീക്ക് എൻവലപ്പ് പവർ എത്രയാണ്? 48ാമത്തെ ആൻസർ കമന്റ് ചെയ്യാം. എത്രയാണ്? ജസ്റ്റ് ഒന്നുമില്ല, പവറിന്റെ ഇക്വേഷൻസ് വരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ പീക്ക് എൻവലപ്പ് പവർ എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞ സിഗ്നലിന്റെ ആ ഒരു എൻവലപ്പ് പവർ ആണ്. ഇപ്പം ഈ പീക്ക് എൻവലപ്പ് പവർ ആണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പം മാക്സിമം പീക്കിന്റെ എൻവലപ്പ് പവർ. അപ്പൊ അതിന്റെ RMS വോൾട്ടേജ് തന്നിട്ടുണ്ട്, VRMS തന്നിട്ടുണ്ട് 127.26 വോൾട്ടേജ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ വാല്യൂ 50 ഓമിനാണ് ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്നത് എന്തേ ഉള്ളൂ, പീക്ക് എൻവലപ്പ് പവർ PEP എന്ന് പറയും. പീക്ക് എൻവലപ്പ് പവറിന്റെ ഇക്വേഷൻ എന്താണ്? പവറിന്റെ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ Vയും R ആണ്. V²/R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? ഇവിടെ 127.26 ഡിവൈഡഡ് ബൈ 50 ഓം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ്. എല്ലാവരും ചെയ്ത് നോക്കിക്കോണം. 324 വാട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. 324 വാട്ട് എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാം കിട്ടിയോ? 48A കിട്ടിയോ? ജസ്റ്റ് പവറിന്റെ ഇക്വേഷൻ തന്നെയാണ്. പവർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മുടെ RMS വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലോഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നേരെ V²/R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവറിന്റെ ടൈമിലേക്ക് ആയി. അപ്പം അതാണ് നമുക്ക് ഇവിടെ 324 വാട്ടായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എവിടെ V2 V2 എവിടെ? V² അല്ലേ വേണ്ടത് പവറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ? V²/2 എന്താണ് ചോദിച്ചത്? V2 V² ആണല്ലോ ചെയ്തേ. ഓക്കെ, സ്ക്വയർ ഇട്ടില്ലെന്നല്ലേ? ഓക്കെ, ശരി. V² ഞാൻ ഇവിടെ കൊടുത്തിരുന്നു, അപ്പൊ ഇവിടെയും കൊടുക്കാം. ഓക്കെ, V² ചെയ്തോണം. ഞാൻ അതിവിടെ കാണിച്ചിരുന്നു, അവിടെ മിസ്സിംഗ് ആയിട്ടാണ്. ശരിയല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും റിലേറ്റഡ് ടു ദാറ്റ്. വാട്ട് ഈസ് ദ മാക്സിമം കറന്റ്? യെസ്, ഞാൻ ഇട്ടു. ഞാൻ അത് ഓൾറെഡി അവിടെ എഴുതിയായിരുന്നു. V²/RL ആണ്. ശരിയാണ്. യെസ്, V² ഞാൻ ഇട്ടിരുന്നു. V²/RL ആണ്. അവിടെ 127.26 എഴുതിയതിൽ സ്ക്വയർ ഇട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത് ആഡ് ചെയ്തിരുന്നു. ക്ലിയർ അല്ലേ? ശരി. What is the maximum current if the peak envelope power is 50 watt and the supply to amplifier is 50 volt? അപ്പം ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? What is the maximum current എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പീക്ക് എൻവലപ്പ് പവർ തന്നിട്ടുണ്ട്. നമ്മുടെ നോർമൽ ഇക്വേഷൻ വെച്ചിട്ട്, അതായത് സപ്ലൈ വോൾട്ടേജ് ഇൻറ്റു I max എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മാക്സിമം കറന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? പീക്ക് എൻവലപ്പ് പവർ ഡിവൈഡഡ് ബൈ നമ്മുടെ വോൾട്ടേജ് എത്രയാണ്? 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവും. പീക്ക് എൻവലപ്പ് പവർ എത്രയാണ് തന്നിരിക്കുന്നത്? 500 എന്ന് നേരത്തെ തന്നിട്ടുണ്ട്. 500/50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 49 ആൻസർ A ആണ് കിട്ടുന്നത്. 10 ആംപിയർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 10 ആംപിയർ. ഓക്കെ, മില്ലി അല്ല, ആംപിയർ. ഇവിടെ മില്ലിയിലൊന്നും തന്നിട്ടില്ലല്ലോ. ഓക്കെ, അതാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ജസ്റ്റ് 500 watt by 50, 10 ആംപിയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. ബാക്കി ക്ലാസ് നമുക്ക് നെക്സ്റ്റ് വീക്കിലെ 3 ദിവസത്തിൽ ഡിസ്കസ് ചെയ്യാം. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ പിന്നെ ഡിസ്കഷൻ ഇനി ഒരു 2 ക്ലാസ്സും കൂടെ വന്നേക്കാം. മോസ്റ്റ്ലി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ് വെച്ചിട്ട് കാണാം. അടുത്ത ക്ലാസ് തിങ്കളാഴ്ച ആയിരിക്കും. അതിന് ഇതുപോലെ തന്നെ തിങ്കൾ, ബുധൻ, വെള്ളി എന്നുള്ള ഒരു ക്രമത്തിൽ പോകുന്നു. 1 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത്ര ഇതിൽ പോകുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാം. അപ്പൊ പറയാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. ബൈ, താങ്ക് യു.